ഹലോ, യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ചോക്ലേറ്റ് ഐസ്ക്രീമിന്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് നമ്മൾക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ചോക്ലേറ്റ് ഐസ്ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഐസ്ക്രീം ഉണ്ടാക്കാനായി ഞാനിവിടെ 100 ഗ്രാം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡഡ് ചോക്ലേറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ 1/2 കപ്പ് പഞ്ചസാര കൂടി എടുത്തിട്ടുണ്ട്. പഞ്ചസാര പൊടിച്ചതാണിത്. ഇതിന് പകരം നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. 1 കപ്പ് വിപ്പിംഗ് ക്രീം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഐസ്ക്രീം ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ്. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ആദ്യം തന്നെ നമ്മൾക്ക് ചോക്ലേറ്റ് ഒന്ന് ഉരുക്കി വെക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് നമ്മൾ ചോക്ലേറ്റ് ഉരുക്കിയെടുക്കുന്നത്. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിന്റെ മുകളിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാല് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ചോക്ലേറ്റ് ഒക്കെ നന്നായി ഉരുകി വരുന്നത് വരെ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ ഈ ചോക്ലേറ്റ് ഉരുകി കിട്ടുന്നതാണ്. ഇപ്പോ കട്ടയൊന്നുമില്ലാതെ ചോക്ലേറ്റ് ഒക്കെ നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഒരു 2-3 സെക്കൻഡ് കൊണ്ട് തന്നെ നമ്മൾക്കിങ്ങനെ ചോക്ലേറ്റ് നന്നായി ഉരുകി കിട്ടും. അധികം സമയമൊന്നും എടുക്കില്ല. ഇനി ഇത് നമ്മൾക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി നമ്മൾക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ച ക്രീമാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ചേർക്കാം. നിങ്ങൾക്ക് ഇതിന് പകരം മിൽക്ക് മെയ്ഡ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇനി ഒരു ബീറ്റർ ഉപയോഗിച്ച് ക്രീം നല്ല സ്റ്റിഫായി വരുന്നത് വരെ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോ ക്രീമൊക്കെ നന്നായി പതഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് മതിയാവും. നല്ല സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഐസ്ക്രീമിന്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുക. ഒന്നുകൂടി ഒന്ന് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൊക്കോ പൗഡർ വേണമെങ്കിൽ ചേർത്താൽ മതി. ഇത് ഓപ്ഷണലാണ്. കുറച്ചുകൂടി ഒരു ചോക്ലേറ്റ് കളർ കിട്ടാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ കൊക്കോ പൗഡർ ചേർത്തിരിക്കുന്നത്. ഇനി ഈ കൊക്കോ പൗഡർ ക്രീമിലേക്ക് നന്നായി ഒന്ന് മിക്സായി വരുന്നത് വരെ നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ചോക്ലേറ്റ് ഐസ്ക്രീം മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനിവിടെ വേറെ ബൗളിലേക്കൊന്നും ഒഴിച്ചു വെക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഐസ്ക്രീം ട്രേയിലേക്ക് ഒഴിച്ചു വെക്കാം. ഇനി ഞാനിത് ഒരു മൂടി വെച്ചടച്ച് 8 മണിക്കൂർ ഒന്ന് ഫ്രീസറിലേക്ക് വെക്കുന്നുണ്ട്. 8 മണിക്കൂറിന് ശേഷം ഞാനിത് ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. നമ്മൾക്കിത് തുറന്നു നോക്കാം. കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേപോലെ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല പഞ്ഞി പോലുള്ള ചോക്ലേറ്റ് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ ചോക്ലേറ്റ് ഐസ്ക്രീം വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.